ഒരു സ്ഥലത്ത് ഇവരിങ്ങനെ അയാൾ ചെയ്യുന്നത് മോശമൊക്കെ തന്നെയാണ്, പക്ഷെ അയാൾ ഇപ്പുറത്ത് വന്നിട്ട് ഇപ്പുറത്ത് കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്, കുറേ ആൾക്കാരെ ട്രീറ്റ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദേ ഹാവ് മണി, അവരുടെ അടുത്ത് കയ്യിൽ കാശുണ്ട്, ദേ ക്യാൻ ഡൂ ദാറ്റ് ഇസ് നോട്ട് എ ബിഗ് ഡീൽ. ആൻഡ് ഒരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ കമൻറ്റുകൾ പറഞ്ഞ് മറ്റേ സ്ഥലത്ത് വന്നിട്ട് അയാൾക്ക് ഭയങ്കര വിവരമുണ്ട്, അയാൾക്ക് PhD ഉണ്ട്, അയാൾ കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നോ യൂസ്. അയാൾ PhD കൊണ്ടോ അയാളുടെ അറിവ് കൊണ്ടോ അയാളുടെ ജ്ഞാനം കൊണ്ടോ ഒന്നും അയാൾ നേടിയിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ സ്റ്റോറികളിലോ എൻ്റെ പോസ്റ്റുകളിലോ ഒരു തരത്തിലും ഇവർക്ക് വിസിബിലിറ്റി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. ബട്ട് ഐ എം ഫീലിംഗ് ലൈക്ക് വി ഹാവ് ടു ടോക്ക് അബൌട്ട് ദിസ് എന്നുള്ളത്. ഇതുണ്ടാക്കുന്ന ഡാമേജ് അത്രയും പ്രശ്നമുള്ളതാണ് എന്നുള്ളത്. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരൊറ്റ ക്ലിക്കിൽ നമ്മുടെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മുടെ കൺമുന്നിലേക്ക് വരുമ്പം ദിസ് പീപ്പിൾ ബിഹൈൻഡ് ദിസ് മീഡിയ, പ്ലീസ് തിങ്ക് അബൌട്ട് ഇറ്റ്, വാട്ട് ആർ യു ഡൂയിങ് എന്നുള്ളതിനെ കുറിച്ചിട്ട്. ദിസ് ഇസ് ഓൺലി ഐ ക്യാൻ ഡു. ആൻഡ് നമുക്കെന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അത് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മൈൻഡ്ഫുൾ ആവുക, അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് തോന്നി. സോ അത്രയേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ കേട്ടോ. അധിക സമയം സംസാരിക്കാൻ വിചാരിക്കുന്നില്ല. കുറേ ആലോചിച്ചിട്ടാണ് ഈ ടോപ്പിക്ക് സംസാരിക്കണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. സാധാരണ ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല, ഇത് ഇങ്ങനെ ഒന്ന് സംസാരിക്കണോ വേണ്ടോ, അങ്ങനെ 2-3 പ്രാവശ്യം ചിന്തിക്കാറില്ല. ഇത് അതിനുള്ള കുറേ റീസണുകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഡ്രസ്സ് ഇടുന്നതിലുള്ള ചോയ്സിനെ പറ്റിയിട്ട്, മൊറാലിറ്റീനെ പറ്റിയിട്ട്, ഡീസൻസിനെ പറ്റിയിട്ടൊക്കെ ആവശ്യത്തിലധികം നമ്മൾ സംസാരിച്ചും ചർച്ച ചെയ്തും കീറി മുറിച്ചും പോസ്റ്റ്മോർട്ടം ചെയ്തും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രശ്നം ഇവിടെ ഒന്നല്ല. ഈ പറയപ്പെടുന്ന മനുഷ്യന് അല്ലെങ്കിൽ ഇതുപോലത്തെ വേറെയും കുറച്ച് ആൾക്കാരുണ്ട്, സിനിമ റിവ്യൂവേഴ്സൊക്കെ ആയിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർ. ഐ ഡോണ്ട് വാണ്ട് ടു ഈവൻ നെയിം ദം. അപ്പോൾ ഇവരൊക്കെ നമ്മളെ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഡാമേജ് ഉണ്ട്, അല്ലെങ്കിൽ ഇവരൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന സ്കാർസ് എത്രത്തോളം ഡീപ്പാണ്, എത്രത്തോളം പ്രോബ്ലമാറ്റിക് ആണ് എന്നുള്ളതാണ് എൻ്റെ കൺസേൺ. കാരണം മീഡിയ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സിനിമയാണെങ്കിലും എന്ത് തരത്തിലുള്ള മീഡിയ ആണെങ്കിലും, വിഷ്വൽ മീഡിയാസ് നമ്മളെ ഭയങ്കര അടിപൊളിയായിട്ട് ഭയങ്കര കാര്യമായിട്ട് തന്നെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു മീഡിയൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് നമ്മളൊരു സാധനം പറയുമ്പം വി നീഡ് ടു തിങ്ക് ലൈക്ക് ഇത് ആൾക്കാരിൽ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആകും, അല്ലെങ്കിൽ ഇത് ആൾക്കാരുടെ ഇടയ്ക്ക് എങ്ങനെയൊക്കെ ഇത് കയറി ചെല്ലും എന്നുള്ളത് വി ഹാവ് ടു തിങ്ക് എന്നുള്ളതാണ്. അവിടെയാണ് ആളുകൾ വന്നിട്ട് മനുഷ്യരെ വെരി മോശമായിട്ട്, വെരി സെക്സിസ്റ്റിക് ആയിട്ട് പരാമർശിക്കുകയും ആൻഡ് അതിലൊക്കെ ഒരു ആനന്ദം കണ്ടെത്തുന്ന ഒരു സൈക്കോ സ്വഭാവം, എനിക്ക് അങ്ങനെയാണ് തോന്നല്. കാരണം ഇത് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു സ്വഭാവമാണ്. നമ്മൾ പറയുന്നത് തെറ്റാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിലും കൂടിയിട്ട് ആ തെറ്റിനെ വീണ്ടും പറയുകയും അത് എത്രത്തോളം മീഡിയൻ്റെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രയും എണ്ണം ഓഫ് മീഡിയകളിൽ ചെന്ന് പറയുകയും മീഡിയ അതിനെ ഏറ്റെടുത്തിട്ട് കൊട്ടിഘോഷിക്കുകയും ചെയ്യുന്നത്. എൻ്റെ ഭയങ്കര സംശയം എന്താ വെച്ചാൽ ഈ മീഡിയകൾക്ക് ഇത്രയും ദാരിദ്ര്യം ഉണ്ടോ എന്നുള്ളതാണ്. അവർക്കൊക്കെ എന്തൊക്കെ നല്ല കണ്ടന്റുകളുണ്ട്, എന്തൊക്കെ നല്ല കാര്യങ്ങൾ അവർക്ക് ചർച്ച ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ഷൂട്ട് ചെയ്തിട്ട് പുറത്തോട്ട് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം എനിവേസ് ദേ ഹാവ് ദ എക്യുപ്മെൻറ്റ്സ്, ദേ ഹാവ് എവറി ഫെസിലിറ്റീസ്, എവറിത്തിങ് ദേ ഹാവ്. അങ്ങനെയാണെങ്കിൽ ഒരു നല്ല കാര്യം അവർക്ക് ചെയ്തുകൂടെ? ആൻഡ് ഐ നോ ദിസ് നല്ലത് ഡിപ്പെൻസ് ആണ് എന്നുള്ളത്. കാരണം പക്ഷെ എന്നാലും ഇല്ലേ എത്തിക്സ് എന്ന് പറഞ്ഞൊരു സാധനം, ഈ എത്തിക്സ് ഒരു കോമൺ സെൻസിൽ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ദിസ് പേഴ്സൺ പറയുന്ന കാര്യം തെറ്റാണെന്നുള്ള പൂർണ്ണ ബോധ്യം കേൾക്കുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിലും കൂടിയിട്ട് ലെറ്റ് മീ ഷൂട്ട് ദിസ് ആൻഡ് ലെറ്റ് മീ ഔട്ട് ദിസ് എന്ന് പറയുന്ന ആ ഒരു പോളിസീൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് ഐ നോ യു ആർ ഗെറ്റിംഗ് മണി, യു ആർ ഗെറ്റിംഗ് പെയ്ഡ്. നിങ്ങളെ മാർക്കറ്റിങ്ങും നിങ്ങളുടെ എന്താ പറയുക
വ്യൂവേഴ്സ് കൂടുന്നുണ്ട്, ലൈക്സ് കൂടുന്നുണ്ട്, ഷെയർ കൂടുന്നുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ റിച്ച് ആകുന്നുണ്ട് എന്നുള്ളത് ഐ നോ, അതാണ് ഇൻറ്റൻഷൻ എന്നുള്ളതും ഐ നോ. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമുക്ക് രാത്രി കിടന്നാൽ മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റണ്ടേ എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തരത്തിലുള്ള കണ്ടന്റുകൾ പുറത്തേക്ക് ഇട്ടിട്ട് എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം. ലൈക്ക് ഇതിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇതുണ്ടാക്കുന്ന ഒരു ഡാമേജ്, ഇപ്പോഴത്തെ ഒരു സമൂഹം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വിഷ്വൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആകുന്നത് കൊണ്ട് തന്നെ ഇതാണ് ശരി. കുറേ ആൾക്കാർ ഏറ്റെടുക്കുമ്പം ദിസ് ഇസ് ഗുഡ്, അല്ലെങ്കിൽ ഇത് ഭയങ്കര മാസാണ്, ഇത് ഭയങ്കര അടിപൊളിയാണ്, ഇത് ഭയങ്കര പൊളിയാണെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പിന്നാലെ പോവുകയും സമൂഹത്തിൽ കഴിഞ്ഞ ദിവസം എന്താ ഈ മറ്റേ സോഷ്യൽ മീഡിയകളിലൊക്കെ വൈറലായിട്ടുണ്ടായിരുന്ന ഈ പറയപ്പെടുന്ന വ്യക്തികളുടെ ഒരുപാട് കോപ്രായങ്ങളും ഒരുപാട് കാട്ടിക്കൂട്ടലുകളുടെയൊക്കെ വീഡിയോസ് ഞാൻ കാണുന്നുണ്ടായി. ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് എൻ്റെ ഒരു വ്യൂ ആ വീഡിയോക്ക് കിട്ടരുതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ അത്രയും ഇഗ്നോർ ചെയ്യണം, അല്ലെങ്കിൽ അത്രയും എനിക്ക് ഭയങ്കര അറപ്പുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ ആളുകളുടെ വായിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റീൽസൊക്കെ ഷെയർ ചെയ്യുമ്പം ഇവരുടെ മറ്റേ കവറിൽ ഇവരുടെ ഫോട്ടോ ഇവിടെ തലവട്ട എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ കാണാറില്ല. ഐ ജസ്റ്റ് സ്കിപ്പ് അങ്ങനത്തെ വീഡിയോസ്. കാരണം അത് എൻ്റെ മെൻ്റൽ സ്റ്റേറ്റിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര ആളുകളുടെ മെൻ്റൽ സ്റ്റേറ്റിനെ ബാധിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ എയർ ചെയ്ത് വിടുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഭയങ്കര പ്രശ്നകരമായിട്ടുള്ളൊരു കാര്യം, ഇങ്ങനത്തെ വ്യക്തികൾ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ഭയങ്കര മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുകയും മറ്റേ സ്ഥലത്ത് വന്നിട്ട് ഇവർ ചാരിറ്റി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചാരിറ്റി വെച്ചിട്ട് ഇത് കവർ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വന്നിട്ട് മോശമായിട്ടുള്ള കമൻറ്റുകൾ പറയുകയും മറ്റേ സ്ഥലത്ത് എനിക്ക് ഇന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് പഠിച്ചിറങ്ങിയതാണ്, എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ട്, എനിക്ക് PhD ഉണ്ട്, എനിക്ക് PG ഉണ്ട് എന്നൊക്കെ പറയണതിലുള്ള അത് എന്ത് കോമൺ സെൻസ് ആണ്? അതിൻ്റെ ഒരു സെൻസ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് അവർ പറയുന്നത് ഓക്കെ ഫൈൻ, പക്ഷേ അതിനെ കൊട്ടി പോഷിച്ചിട്ട് ഓക്കെ അയാൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അയാൾ ഇത്രയും ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ട്, അയാൾ അങ്ങനെ പറയണേലും കൂടിയിട്ട് അയാൾക്ക് ഡോക്ടറേറ്റ് ഉണ്ട് എന്ന് പറയുന്നതിലുള്ള എന്ത് ലോജിക്കാണത്? അതല്ല എഡ്യൂക്കേഷൻ, അതല്ല അയാളുടെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഹൃദയ വിശാലത എന്ന് പറയുന്നത്. കാരണം അങ്ങനെ ഹൃദയവിശാലത ഉള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നല്ല മനസ്സിന് ഉടമയാണ് എങ്കിൽ ഇപ്പുറത്ത് വന്നിട്ട് മനുഷ്യന്മാരെ പറ്റിയിട്ട് മോശം കമൻറ്റുകൾ പറയില്ല. അത്രയും എഡ്യൂക്കേറ്റഡ് ദ വേർഡ് ഇസ് ഡിഫറെൻറ്റ്. നമ്മൾ പറയപ്പെടുന്ന സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ പേരിൻ്റെ തുറക്കത്തുള്ള 2 ലെറ്ററോ അല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഡിഫറെൻറ്റ് തിങ്. അങ്ങനെ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന ആളുകൾ എങ്കിൽ അവരൊരിക്കലും പുറത്ത് വന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ആൾക്കാരെ പറ്റി മോശം കമൻറ്റുകൾ പറയില്ല. അപ്പം എൻ്റെ മറ്റൊരു പ്രശ്നം അതാണ്. ഈ ഒരു സ്ഥലത്ത് ഇവരിങ്ങനെ അയാൾ ചെയ്യുന്നത് മോശമൊക്കെ തന്നെയാണ്, പക്ഷെ അയാൾ ഇപ്പുറത്ത് വന്നിട്ട് ഇപ്പുറത്ത് കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്, കുറേ ആൾക്കാരെ ട്രീറ്റ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദേ ഹാവ് മണി, അവരുടെ അടുത്ത് കയ്യിൽ കാശുണ്ട്, ദേ ക്യാൻ ഡൂ ദാറ്റ് ഇസ് നോട്ട് എ ബിഗ് ഡീൽ. പക്ഷേ കാശൊന്നും ഇല്ലാതെ ഫണ്ട് റൈസൊക്കെ ചെയ്തിട്ട് ഉള്ള പരിപാടികളും അവർ ചെയ്യുന്നുണ്ട്. ബട്ട് ഐഡിയലി ദേ ആർ റിച്ച്, അവർക്ക് കാശുണ്ട് കയ്യിൽ. ആൻഡ് ഒരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ കമൻറ്റുകൾ പറഞ്ഞ് മറ്റേ സ്ഥലത്ത് വന്നിട്ട് അയാൾക്ക് ഭയങ്കര വിവരമുണ്ട്, അയാൾക്ക് PhD ഉണ്ട്, അയാൾ കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നോ യൂസ്. അയാൾ PhD കൊണ്ടോ അയാളുടെ അറിവ് കൊണ്ടോ അയാളുടെ ജ്ഞാനം കൊണ്ടോ ഒന്നും അയാൾ നേടിയിട്ടില്ല എന്നുള്ളതാണ്. ആൻഡ് പിന്നെ ഇതിനൊക്കെ ന്യായീകരിക്കുന്ന ആളുകളോടാണ്, നിങ്ങളുടെ കോമൺ സെൻസ് എവിടെ പോയി? നിങ്ങളുടെ ഈ കോമൺ സെൻസ് എന്ന് പറയുന്നത് ഈസ് വെരി ബേസിക്, മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന വെരി ബേസിക് ആയിട്ടുള്ള സാധനമാണ്. അതെന്താ വർക്ക് ചെയ്യാത്തതെന്നുള്ളതാണ്. ഇനിയിപ്പം ഓക്കെ, ഇതിൻ്റെ പിറകിൽ വർക്ക് ചെയ്യുന്ന മീഡിയക്ക് ഇതിൻ്റെ ഒരു ഗുഡ് സൈഡ് ഉണ്ട്, ആസ് ഇൻ അവർക്ക് കാശ് കിട്ടുന്നുണ്ട്, അതാണ് അവരുടെ ഇതിൻ്റെ ഒരു മോട്ടീവ്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ മോട്ടീവ് എന്താണ്? നമ്മളെന്തിനാ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ ഒരു ആവശ്യം നമുക്കുണ്ടോ? നല്ലത് വേറെ എന്തൊക്കെ റീലുകൾ, വേറെ എന്തൊക്കെ വീഡിയോകൾ നമുക്ക് കാണാൻ പറ്റും? വേണ്ട, വെറുതെ ഒരു 5 മിനിറ്റ് വെറുതെ ഇരുന്നാലും കുഴപ്പമില്ല. വൈ വി ആർ വാച്ചിങ് ദീസ് കൈൻഡ് ഓഫ് സ്റ്റഫ്സ്?
നോ, നമ്മളെ ജീവിയും കളഞ്ഞിട്ട്, നെറ്റും കളഞ്ഞിട്ട്, ടൈമും കളഞ്ഞിട്ട്, എനർജിയും കളഞ്ഞിട്ട്, ആരോഗ്യം കളഞ്ഞിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ കാണരുത്. ഞാൻ 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 എപ്പോഴും എനിക്കറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ അതാ പറയാറുള്ളത്, നമ്മൾ എന്തിനാ അതൊക്കെ കണ്ടിട്ട് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്താണെന്നുള്ളത്. അപ്പം ഇത് കണ്ടിട്ട് ഇതിലൊരു ആനന്ദം, ഇവർ പറയുന്ന മണ്ടത്തരങ്ങൾ കേട്ടിട്ട് അതിൽ ആനന്ദം കൊള്ളുന്ന കുറേ ആൾക്കാരുണ്ട്. ആൻഡ് ഐ നോ, എൻ്റെ കുറേ ചില ഫ്രണ്ട്സുകൾ ഐ ചൂസ് ടു ബി ലൈക്ക് ദാറ്റ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാനതിന് ഞാൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാന്ന് പറഞ്ഞ് ആ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളതാണ്. ഹൗ 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 ഡേഞ്ചറസ് ഇസ് ദാറ്റ് എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടാണ് തോന്നിയത്. അത് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആണ്. നമ്മളത് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതും അത് ഡീൽ ചെയ്യേണ്ടതുമായിട്ടുണ്ട് ഉള്ള സമയത്തിലാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതിന് ടൈം സ്പെൻഡ് ചെയ്യണതും അത് വാച്ച് ചെയ്യുന്നതും അതിന് എന്താ പറയുക ഇരുന്ന് കാണാൻ കൊടുക്കുന്നതും. അപ്പം ഒരു 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 ജസ്റ്റ് ഒരു ഔട്ട് ബേസ്റ്റ് ആയിരുന്നു എന്ന് എനിക്കറിയാം. ഐ ജസ്റ്റ് വോണ്ടഡ് ടു ഞാൻ അതാ തുടക്കത്തിൽ പറഞ്ഞു, ഞാനത് പറയണോ വേണ്ടെന്ന് കുറേ ആലോചിച്ചു. കാര്യം ഇത് കുറച്ച് ഇമോഷണൽ സാധനമായിരിക്കും. ഞാൻ എൻ്റെ 1-2 ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു, ഇങ്ങനെ സാധനം ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഞാൻ പറയണോ വേണ്ടോ എന്നുള്ള. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ 2 അഭിപ്രായങ്ങളും പറഞ്ഞു. പക്ഷേ ഐ ഫെൽറ്റ് ലൈക്ക് ഐ ഹാവ് ടു ടോക്ക്. എൻ്റെ റീലുകളിൽ, ഐ മീൻ എൻ്റെ സ്റ്റോറികളിലോ എൻ്റെ പോസ്റ്റുകളിലോ ഒരു തരത്തിലും ഇവർക്ക് വിസിബിലിറ്റി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. ബട്ട് ഐ എം ഫീലിംഗ് ലൈക്ക് വി ഹാവ് ടു ടോക്ക് അബൌട്ട് ദിസ് എന്നുള്ളത്. ഇതുണ്ടാക്കുന്ന ഡാമേജ് അത്രയും പ്രശ്നമുള്ളതാണ് എന്നുള്ളത്. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരൊറ്റ ക്ലിക്കിൽ നമ്മുടെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മുടെ കൺമുന്നിലേക്ക് വരുമ്പം ദിസ് പീപ്പിൾ ബിഹൈൻഡ് ദിസ് മീഡിയ, പ്ലീസ് തിങ്ക് അബൌട്ട് ഇറ്റ്, വാട്ട് ആർ യു ഡൂയിങ് എന്നുള്ളതിനെ കുറിച്ചിട്ട്. ദിസ് ഇസ് ഓൺലി ഐ ക്യാൻ ഡു. ആൻഡ് നമുക്കെന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അത് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മൈൻഡ്ഫുൾ ആവുക, അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് തോന്നി. സോ അത്രയേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ കേട്ടോക്കെ.